കളിക്കും Good afternoon, miss. Good afternoon. Good afternoon, miss. Good afternoon. Miss, എന്താണ്? എന്റെ കയ്യിൽ പാവ. പാവയുണ്ടോ? ആരുടെ കയ്യിലെ? നേച്ചർ. നല്ല പാവയാണല്ലോ. മിസ് ഒന്ന് വീഡിയോ ഓൺ ചെയ്യട്ടെ. എന്നെ കാണാൻ പറ്റുന്നുണ്ടോ? Can you see me? ഇല്ല. എന്നിട്ട് നിങ്ങൾ കാണാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞില്ലല്ലോ എന്നിട്ട്. എന്താ ഓക്കെ? Good afternoon. Good afternoon, miss. Good afternoon. ലഞ്ച് കഴിച്ചോ? ഇല്ല. എന്റെ ദൈവമേ, ഇനി നിങ്ങളൊന്ന് സൗണ്ട് ഉണ്ടാക്കി നോക്കട്ടെ. കേൾക്കാൻ പറ്റുന്നില്ലല്ലോ ഇപ്പൊ നിങ്ങളുടെ ബഹളം. സൈലന്റ് ആയിട്ട് ഇരിക്കാൻ നമുക്ക് ആവുന്നില്ല അല്ലെ? ക്ലാസ് ടൈമിൽ മാത്രമേ നമുക്ക് സംസാരിക്കാൻ പറ്റുന്നുള്ളൂ. അല്ലാത്ത സമയത്ത് ഫുള്ള് എഴുത്തും വരയും ഫോണിലും അല്ലെ? പറയുന്ന ഹോംവർക്കും ചെയ്യണം. ഇതൊരു കഷ്ടമാണ്. കാശിനാടിന് എന്താണ്? പ്ലീസ് അൺമ്യൂട്ട്. കുറെ നേരം കൈ എടുത്തു. എന്താണ് കാര്യം ചോദിക്കട്ടെ? എന്തോ എവിടെ പണിയെടുക്കുന്നുണ്ട് കണ്ടാ? എവിടെ? സ്കൂളിലാ? അതെയോ? മിസ്സിന് കാണാൻ പറ്റില്ല. മിസ് ഇവിടെ 2ാം നിലയിലല്ലേ, ക്ലാസ് റൂമിലല്ലേ. എവിടെയാ നേരം? പുറത്തോട്ട് ഇറങ്ങാൻ നേരമില്ല. ഫ്രീ ആവുമ്പോ കാണാം കേട്ടോ. ആര് ഫുഡ് കഴിച്ചിട്ടെന്നാണോ പറഞ്ഞേ? വിശന്നിട്ടാണോ ക്ലാസ്സിലിരിക്കുന്നത് ഇപ്പോ? അല്ല, ഞാൻ രാവിലെ ഒരു കാര്യം പറഞ്ഞു. ഈ പീരീഡ് ആവുമ്പോഴേക്കും വർക്ക് ചെയ്തോ? ആദിനാഥേ അതിന്റെ പല്ലെവിടെ പോയി? ഇന്ന് പോയിട്ട് എടുത്തു ആദിനാഥിന്റെ പല്ലല്ലേ? ഇളകിയത് കൊണ്ടാണോ? വേദന ഉണ്ടായിരുന്നോ? വേദനയൊന്നും ഇല്ല, ഒച്ച കേട്ടിട്ടേ ഉള്ളൂ. ആദിനാഥിന്റെ സൗണ്ട് ഇവിടെ കേട്ടല്ലോ പല്ലെടുക്കുമ്പോ. ക്രൈ ചെയ്തില്ലേ? കരഞ്ഞു പറ. ഞാൻ കരഞ്ഞു. കരയുന്ന സൗണ്ട് നമ്മളിവിടെ കേട്ടായിരുന്നു അല്ലേ ഇഷാൻ? ആരോമലെ അർജുന എന്നോട് രാവിലെ പറഞ്ഞു ആദിനാഥ് കരയുന്ന സൗണ്ട് അല്ല കേട്ടേന്ന്. രാവിലെ അല്ലേ പോയതാദി അല്ലേ? ആദ്യം അതെ, നമ്മൾ കേട്ടു. കറക്റ്റ് അല്ലേ? അതിന്റെ സൗണ്ട് നമ്മൾ കേട്ടു. ഭയങ്കര വേദനയായിരുന്നോ? ഭക്ഷണം കഴിച്ചോ ആദി? അതെ, കഴിച്ചു പറ മിസ് ചോദിച്ചു. ഓക്കെ, അത് പോയില്ലേ ഇപ്പൊ? ഇനി ഇളകിയ പല്ലൊക്കെ പോയിട്ട് നല്ല പല്ലൊക്കെ വരും അല്ലേ? അത് സുന്ദരനാവും.
ഓക്കെ, ഒക്കെ പോട്ടെ, പോകാനുള്ളതൊക്കെ പോട്ടെ, വരാനുള്ളതൊക്കെ വരട്ടെ, അല്ലേ അല്ലേ അഫ്രീൻ? അപ്പൊ കൊറേ പേരുണ്ടല്ലോ ഇവിടെ അപ്പൂപ്പന്മാരായിട്ട്, മുമ്പില് 2 പല്ലൊക്കെ പോയിട്ട്. ആരും വന്നില്ല തിരിച്ച്. പല്ല് വന്നോ? വന്നില്ല, അതെന്താ ഒന്നും കൂടി പോവാണ്ട്. അതെയോ? കൊറേ പേരുണ്ട് ഇവിടെ പല്ല് പോയവര്. അലന്റെ ഒരെണ്ണം പോയി. കാശിന് അതിനെന്തോ പറയാനുണ്ട്. ഇവരുടെ ഫുള്ള് പല്ല് പറിക്കുന്നതിന്റെ വിശേഷം പറയാനാണോ? എന്താ കാശി? എന്റേത് 6 എണ്ണം പോയിട്ട് വന്നു പല്ല്. നമ്മടാ നീ ഫസ്റ്റ് ആയാലോ, 6 എണ്ണം പോയിട്ട് വന്നല്ലോ. ആടുന്നുണ്ട്. ആടുന്നതിനൊക്കെ പോയി പറിച്ചെടുത്ത് കള കേട്ടോ. പുതിയ പല്ല് വരട്ടെ. ഓക്കെ, നമ്മൾ ഇപ്പൊ ക്ലാസ്സിൽ വന്നെന്തിനാ? ഞാൻ മറന്നുപോയല്ലോ. പഠിക്കാനല്ലേ? ഇപ്പൊ നേരത്തെ പീരീഡ് ഹോംവർക്ക് ചെയ്യാത്തവരാരൊക്കെയാണ്? നമുക്ക് ചെയ്യാത്തവരുണ്ടോ ഇവിടെ? പെട്ടെന്ന് സാരമില്ല, നിങ്ങള് എഴുതണം അത് കേട്ടോ. അപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ല മിസ്സിന്. സ്കൂളിലാണെങ്കിൽ 2 അടിയൊക്കെ തന്നിട്ട് ആ ഹോംവർക്ക് ഇവിടെ എഴുതിക്കായിരുന്നു, വീട്ടിൽ വിടാതെ. ഒന്നും ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ അവിടെ ഇരുന്ന് എഴുതിക്കോ കേട്ടോ. ഓക്കെ, ടേക്ക് യുവർ ടെക്സ്റ്റ് ബുക്ക്. രാവിലെ നമ്മൾ പഠിച്ചു ഐസേ, ഐരാവത്, ഐന്, എഡ്വക്കേറ്റ്, എവറസ്റ്റ്. എന്താ നെയ്ച്ചില്ല നീ അതിന്റെ ഇടയിൽ വായിലിടുന്നത്? എവറസ്റ്റ്, ഐസ, ഐലാൻ, ഐശ്വരി. 4 വാക്കുകളാണ് ഞാൻ രാവിലെ എഴുതാൻ പറഞ്ഞിരുന്നല്ലേ. അത് കൂടാതെ നോട്ട് ബുക്കില് ആ മുതൽ ഐ വരെയുള്ള ആ ലെറ്റേഴ്സ് എഴുതാനും പറഞ്ഞിട്ടുണ്ട്. All of you type your name. Next, O. A I കഴിഞ്ഞാല് O. ഓസെ, ഓട്ടനി, ഓസെ, ഓട്ടനി, ഓസ്, ഓക്കലി, ഓട്ട്, ഓല, ഓസ്, 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 ഓച്ചൻ. കുറേ വാക്കുകൾ കൊടുത്തിട്ടുണ്ട് അല്ലേ? ഓക്കെ, നമുക്ക് 4 വേർഡ്സ് മാത്രം പഠിക്കാം കേട്ടോ. ഓസെ, ഓട്ടനി. എന്താ ഓട്ടനി എന്ന് പറഞ്ഞാല്? ഷോള്. ഷോളിന് ഓട്ടനി എന്ന് പറയാ, അല്ലെങ്കിൽ പുതപ്പ് എന്ന് പറയാ, അല്ലെങ്കിൽ എന്താണ് ദുപ്പട്ട. അതാണ് ഓട്ടനി. അവിടെ ഒരു പിക്ചർ കാണുന്നില്ലേ ഗ്രീൻ കളറില്? ഓട്ടനി എന്ന് പറഞ്ഞാൽ ഷോൾ എന്നാണ് പറയാ. ഓക്കെ, ഓസെ, ഓട്ടനി. അപ്പൊ അവിടെ ആ ഡോട്ട് ഇട്ടതിന്റെ മുകളിലൂടെ നിങ്ങൾ പെൻസിൽ കൊണ്ട് എഴുതണം. Don't write now. Homework. HW. Write HW. Ose, ഓട്ടനി. Ose, ഓസ്. ഓസ് എന്ന് പറഞ്ഞ എന്താ? ഡ്യൂ, തുള്ളി. ആ ഇലയുടെ മുകളിൽ കണ്ടോ ഒരു വെള്ളത്തുള്ളി കണ്ടോ? അതിനെയാണ് നമ്മൾ ഓസ് എന്ന് പറയാം. മഞ്ഞു തുള്ളി എന്നൊക്കെ പറയും ഓസ്. ഓക്കലി. ഓക്കലി എന്ന് പറഞ്ഞ മോർട്ടാർ. എന്താണ്? ഉരലില്ലേ, ഉരല്, അതാണ്. ഓട്ട്. ഓട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? മെയിൽ. എന്താണ്? ഒളിച്ചിരിക്കുന്നതാണോ? ഓക്കെ, ഓട്ട്. അവിടെ ഒരു കുട്ടി ഒളിച്ചിരിക്കുന്നുണ്ടോ നിങ്ങള്? അതാണ് പറയുന്നത് ഓട്ട്. താഴെ ശബ്ദകോശിൽ നോക്കിയോ. ഓസെ, ഓല. നിങ്ങൾക്ക് വായിക്കാൻ കിട്ടുന്നുണ്ടോ നോക്കിക്കേ. റെഡ് കളറിൽ ഓ എന്ന് കാണുന്നുണ്ടല്ലേ?
ഓ ല ഓല. ഓട്ട് ഓട്ട്. നെക്സ്റ്റ് ഓജ്. നെക്സ്റ്റ് ഓർ. എന്താ പറയാ, 2 ലെറ്റേഴ്സേ കൊടുത്തിട്ടുള്ളൂ. നിങ്ങൾ അതൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ഓ നമ്മൾ ഓൾറെഡി പഠിച്ചു അല്ലേ? ഓ കഴിഞ്ഞിട്ട് ജ. ജ എന്ന അക്ഷരം നമ്മൾക്ക് അറിയാം. അപ്പൊ ഓജ് എങ്ങനെയാ വായിക്കുന്നത്? ഓ ജ എന്നല്ല, ഓജ്. നെക്സ്റ്റ് നോക്കിയേ, ഓർ. നെക്സ്റ്റ് ഓ കഴിഞ്ഞിട്ട് രായ കാണുന്നല്ലേ? അപ്പൊ ഓ രാ എന്നല്ല വായിക്കുക. എന്താണ്? ഓർ. തീർന്നു വരും അവിടെ. ഓർ. നെക്സ്റ്റ് ഓച്ചൽ. ഓ ച ലായാണ് അല്ലെ? ഓച്ചൽ. ഓക്കെ, ഇന്നിവിടെ പറഞ്ഞുതരാം. ഓസേ ഓട്ടനി. ഓൾ ഓഫ് യു ലിസൺ. കൈവരലോട്ട് തൊട്ട് വായിക്കണം. ഓസേ ഓട്ടനി. ഓട്ടനി എന്നുള്ളത് പിക്ചർ അവിടെ ആ ഒരു ഷോള് കാണുന്നത് ഗ്രീൻ കളറില്. ഓസേ ഓട്ടനി. ഓസ്. ഓസ് എന്ന് പറഞ്ഞാൽ ഡ്യൂ, മഞ്ഞുതുള്ളി. ഓക്കലി ഓട്ട. ഓട്ട്. എന്താ ഓട്ട് എന്ന് പറഞ്ഞാൽ? മറഞ്ഞിരിക്കുന്നതിനെ പറയാം, മറവ് എന്ന് പറയാ കേട്ടോ. അതിന് മറിഞ്ഞിരിക്കുന്നതിനെയാണ് ഓട്ട് എന്ന് പറയാ. ഓക്കെ, ഓട്ടനി, ഓസ്, ഓക്കലി, ഓട്ട്. ഇത്രയും പഠിച്ചാൽ മതി നിങ്ങള്. ഓക്കെ, പേജ് നമ്പർ 27 നോക്കിയേ. അഭ്യാസ്. ओ वर्ण से शुरू होने वाले नाम के चित्रों में रंग भरो. എല്ലാം നമ്മൾ ചെയ്തോണ്ടിരിക്കുന്ന കാര്യം തന്നെയാണല്ലേ, വീണ്ടും വീണ്ടും വരുന്നത്. ഇത്ര ഈസിയാ. ഇവിടെ രംഗ് ഭരോ എന്നാ പറഞ്ഞത്. എന്താ രംഗ് എന്ന് പറഞ്ഞാല്? കളർ. കളർ കൊടുക്കാനാ പറയുന്നത്. താഴെ കാണുന്ന ഓ വർണ്ണ ശുരൂഹോന്, ഓ എന്ന ലെറ്ററിൽ തുടങ്ങുന്ന വാക്കുകളുടെ ആ പിക്ചറിന് നിങ്ങൾ കളർ കൊടുക്കണം. ഇവിടെ നോക്കിയേ, ഓസേ ഫസ്റ്റ് വൺ ഓഖലി, അതിന് കളർ കൊടുക്കാം. രണ്ടാമത് നോക്കിയേ, ഓസേ ഓട്ട്, കളർ ഇട്ടു. മൂന്നാമത് നോക്കിയേ, ഓസേ ആം, കളർ കൊടുക്കണ്ടേ? ഓസേ ആം എന്നാണ് പറയുന്നത് നമ്മള്. ആസേ ആം എന്നാണ് അല്ലേ? ഫസ്റ്റ് ലെറ്റർ ഓ അല്ല. അപ്പോൾ നമ്മൾ ഏതിനൊക്കെ കളർ കൊടുക്കണം? ഓഖലി, ഓട്ട്. ഓട്ട് എന്ന് പറഞ്ഞ മറവ്, മറിഞ്ഞിരിക്കുന്നതിനാ പറയുന്നത് ഓട്ട്. കവർ, അവിടെ സ്ക്രീനിലൊക്കെ പറയും അതിന്. നമ്മൾ അതിന്റെയൊക്കെ പുറകിലല്ലേ മറിഞ്ഞിരിക്കുന്നത്, ഒളിച്ചിരിക്കുന്നത്, അതാണ് മറവ് എന്നാണ്, ഒളിച്ചിരിക്കുന്നത്. ഇപ്പൊ 2 പിക്ചേഴ്സിന് കളർ കൊടുക്കാം. അപ്പൊ അവിടെ കുറെ കളർ കൊടുക്കാനുണ്ട്. ഉരലും ഉണ്ട്, ഉരക്കയും ഉണ്ട് അല്ലെ? അതിന് 2 കൊടുക്കണം. പിന്നെ ആ ബോയ്ക്ക് കൊടുക്കണം. ആ മറിഞ്ഞിരിക്കുന്ന ആ ഒരു കേട്ടോ, എന്താ അത്, ഡോറാന്ന് തോന്നുന്നു അല്ലെ? അതിനും കളർ കൊടുക്കണം. ഇപ്പോഴല്ല, ഇവിടെ ഹോംവർക്ക് എഴുതി വെക്കാം. ചിത്ര പഹച്ചാന और नाम का पहला वर्ण लिखो. ഇവിടെ ചിത്രം നോക്കിയിട്ട് അതിന്റെ ഫസ്റ്റ് ലെറ്റർ എഴുതണം. പഹലാവർണ്ണ, ആദ്യത്തെ ലെറ്റർ. ഫസ്റ്റ് ഓട്ടനി എന്നുള്ളതിന്റെ പിക്ചർ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഓസെ ഓട്ടനി. നെക്സ്റ്റ് നോക്കിയേ, ആരാ ഇത് പറഞ്ഞുതരാ? സമജ്ഞ ഗോഡ്വിൻ അവിടെ ഇരിക്കുക, എന്നെ വിളിച്ചില്ല. എന്താ അവിടെ? അതെന്താന്നറിയോ? വിളിച്ചിപ്പോ പറഞ്ഞുതരാം. അടുത്ത എന്താ മോളെ പിക്ചർ? ഓട്ടനി കഴിഞ്ഞിട്ട് അടുത്ത പിക്ചർ എന്താണ്? അടി. സമജ്ഞ ക്ലാസ്സിൽ ശ്രദ്ധിച്ചില്ല, ഞാൻ കണ്ടു. അതാ ഞാൻ സമജ്ഞനെ വിളിച്ചേ. നമ്മള് ഓസേ ഓട്ടനി, ഓ അവിടെ ഓൾറെഡി തന്നിട്ടുണ്ട്. ചോദിക്കട്ടെ സമജ്ഞ ആരാണ്? ഗോഡ്വിൻ. ഗോഡ്വിൻ. ഓസേ ഓട്ടനി. നോ. നെക്സ്റ്റ് ആരാണ്? ദേവപ്രിയ. ആരാണ്? ഉല്ലു ആണത് അല്ലേ? ഉല്ലു എന്നുള്ള പിക്ചർ ആണത്. അപ്പൊ അവിടെ ഫസ്റ്റ് ലെറ്റർ എന്താണ് എഴുതേണ്ടത് ദേവപ്രിയ?
ഊവോ? ഊ ഊ ആണ്. ഊസേ ഉല്ലു. അവിടെ ഫസ്റ്റ് ലെറ്റർ ഏതായിരുന്നത്? ഊ. സമജ്ഞക്ക് മനസ്സിലായോ അത്? സമജ്ഞ സമച്ച സമച്ച എന്ന് പറഞ്ഞ എന്താണെന്നറിയോ ഹിന്ദിയില്? മനസ്സിലായോ എന്നാണ് സമച്ച. ഓക്കെ, നെക്സ്റ്റ് എന്താണ് സമജ്ഞ എന്ന് പറഞ്ഞേ? നെക്സ്റ്റ് പിക്ചർ എന്താണ്? ഋഷഭാണോ അത്? അയ്യോ, ഋഷഭാണോ അത്? അവിടെ ഇരിക്കുന്ന ഋഷഭ? ആ, ഋഷിയാണ്. ഋഷിയുടെ ഫസ്റ്റ് ലെറ്റർ എന്താ വരുന്നത്? പഹല പറഞ്ഞ ഏതാണ് വരിക? ഓക്കെ, റൈറ്റ്. നെക്സ്റ്റ് നോക്കിയേ, ഓ വർണ്ണം പകച്ചാൽ कर उस पर गोला लगाओ. ओ वर्ण पहचान कर उसका गोला लगाओ. ഇവിടെ താഴെ കുറേ വാക്കുകൾ കൊടുത്തിട്ടുണ്ട് അല്ലെ? ആവോ, പോലെ, ആസ്മാൻ, അയിന്, ഓട്ട്, ഓജ്. ഇവിടെ ഓ എന്ന അക്ഷരം വരുന്ന ആ വാക്കുകളിലെ ആ ഓ എന്ന അക്ഷരത്തിന് മാത്രം സർക്കിൾ ചെയ്യാനാ പറയുന്നത്. ഓ എന്ന അക്ഷരം കണ്ടുപിടിച്ച് അതിന് സർക്കിൾ കൊടുക്കുക. നിങ്ങൾക്കറിയാമോ ഏതാണ് ഓ എന്ന വർണ്ണെന്ന്? യെസ്. then gola lagavo. Aromel, where is your textbook? ആരാ ഗോളം വരയ്ക്കുന്നേ? വരച്ചോ? ഓ, വെരി ഗുഡ്. വെരി ഗുഡ്. ഇപ്പൊ ഏതിനൊക്കെ വരയ്ക്കണം? ആവോ എന്നുള്ളത് ഫസ്റ്റിന് വരച്ചിട്ടുണ്ട് അല്ലെ? ഇതിന്റെ താഴെയുള്ള ഓലെ എന്നുള്ള ഓയ്ക്ക് സർക്കിൾ കൊടുക്കണം. ലാസ്റ്റ് ഓട്ട് എന്നുള്ള ഓയ്ക്ക് സർക്കിൾ കൊടുക്കണം. ഓജ് എന്നുള്ള ഓയ്ക്ക് സർക്കിൾ കൊടുക്കണം. എത്ര എണ്ണം ഉണ്ട്? ടോട്ടൽ 1 2 3 4 സർക്കിൾ വരും. ഓക്കെ, ഒരെണ്ണം ഓൾറെഡി തന്നത് കൊണ്ടാണ് 4, അല്ലെങ്കിൽ നിങ്ങൾ എഴുതുമ്പോൾ 3 ഉള്ളൂ. ഓക്കെ, വെരി ഗുഡ്. താഴെ നോക്കിയേ, ഗോലോ അവർ ലിക്കോ. ഇത് ഏത് അക്ഷരമാണ്? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഇത് ഏത് ലെറ്റർ ആണെന്ന്? ഷഹൻ, പ്ലീസ് അൺമ്യൂട്ട്. ഓയാണതല്ലേ? കറക്റ്റ്, ഓയാണ്. അതെന്താ പറഞ്ഞ അവിടെ? സ്പീക്ക് ആൻഡ് റൈറ്റ് എന്നാ പറഞ്ഞ. എന്താണ്? പറഞ്ഞുകൊണ്ട് എഴുതാൻ. ബോലോ ഔർ ലിഖോ, പറയുവിൻ എഴുതുവിൻ. അപ്പൊ അത് നല്ല ഉറക്കെ പറഞ്ഞുകൊണ്ട്, അവിടെ ഡാഷ് ഇട്ട് തന്നിട്ടുണ്ട് അല്ലേ? 3 ഡാഷ് ഉണ്ട്. ആ ഡോട്ട് ഇട്ടതിന്റെ മുകളിൽ ഫസ്റ്റ് എഴുതുക, ആ ഡാഷിന്റെ അടുത്ത് ഓ എഴുതുക. ഓക്കെ, അപ്പൊ നിങ്ങൾക്കുള്ള ഹോംവർക്ക് എടുത്തത് മിസ് ഇതിന് ക്ലാസ് ഗ്രൂപ്പിൽ ഇട്ട് തരണോ? നിങ്ങൾക്ക് ഈ വാക്കുകൾ എഴുതി തരണോ? നിങ്ങൾക്കത് നോക്കി എഴുതാൻ പാടില്ല നോട്ട് ബുക്കിലേക്ക്? യെസ്, ഓക്കെ. 4 വേർഡ്സ് മാത്രമേ നിങ്ങൾ എഴുതേണ്ടതുള്ളൂ. ഏതൊക്കെയാണ്? രാവിലെ പറഞ്ഞത് രാവിലത്തെ ക്ലാസ്സിൽ ഇല്ലാത്തത് ശ്രദ്ധിക്കുക. ഐസേ, ഐരാവത് എഴുതണം. ഐരാവത്, ഐന്, എഡ്വക്കേറ്റ്, എവറസ്റ്റ്. നെക്സ്റ്റ് പേജിലായിട്ട് നിങ്ങൾ ഓസേ, ഓട്ടനി, ഓസ്, ഓക്കലി, ഓട്ട്. Write 3 times each word. Okay. വിഷമമാണോ എഴുതാൻ? ബാക്കിയെല്ലാം ഹോംവർക്ക് ചെയ്ത് കഴിഞ്ഞില്ല. ടെക്സ്റ്റ് ബുക്കിലെ വർക്ക് ഫുള്ള് ടീച്ചർ പറഞ്ഞു. നോട്ട് ബുക്കിൽ എഴുതാനുള്ളത് മാത്രമല്ല നിങ്ങൾക്ക് ഹോംവർക്ക് ഉള്ളൂ. അത് തന്നെ ചെയ്യാം കേട്ടോ. അല്ല, സമജ്ഞയ്ക്ക് എന്താ ഇന്നൊരു വിഷമം പോലെ? ഇതിന് വിഷമമുണ്ടോ? ഉഷാറില്ലല്ലോ. ചോറ് കഴിച്ചില്ലേ? ഇല്ല. അതാണ് വിഷമം? വിഷമൊന്നുമില്ല. വിഷമമുണ്ട്, കണ്ടു ഞാൻ.
ഓക്കെ, നമ്മുടെ ക്ലാസ് കഴിഞ്ഞു. എന്താ ചെയ്യണ്ടേ? എനിക്ക് ഇന്നൊരു സ്റ്റോറി മതി നിങ്ങളുടെ അടുത്തുനിന്ന്. കിട്ടുമോ? സ്റ്റോറി കിട്ടുമോ എനിക്ക്? സമജ്ഞ റെഡിയാണോ? ആരാ റെഡി ആയിട്ടുള്ള ഒരു സ്റ്റോറി പറഞ്ഞു തരാൻ? All of you close your textbook, notebook, Akshardeep, close. ആരോമല് റെഡിയാണ് അവർ. സ്റ്റോറി പറയാൻ മാത്രം മതി. സ്റ്റോറി പറയുന്നുണ്ടെങ്കിൽ മാത്രം മതി. മിസ് ഒരു കാര്യം പറയട്ടെ? സ്റ്റോറി പറയാനല്ലേ ഞാൻ അൺമ്യൂട്ട് ആക്കിയത്. ഞാൻ വേറെ ഒരു കാര്യത്തിനാ. പറഞ്ഞോ. ഈ ആമിനോ ആമിനോ എന്താ? ആമിന് കളർ കൊടുക്കേ വേണ്ട. മാങ്ങയ്ക്ക് കളർ കൊടുക്കേ വേണ്ട. ഓ എന്ന ലെറ്ററിൽ തുടങ്ങുന്ന വാക്കുകൾ ഏതൊക്കെയാണ്? ഓഹരിയും ഓട്ട്. ഓട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായോ? അവിടെ ആ കുട്ടി ഒരു കഥകിന്റെ പുറകിൽ ഇങ്ങനെ മറഞ്ഞിരിക്കുന്നതിന് മറവിനാണ് നമ്മൾ ഓട്ട് എന്ന് പറയുക കേട്ടോ. കവർ ചെയ്യുന്നതിനാണ് ഓട്ട് എന്ന് പറയുന്നത്. ആമിന് കളർ കൊടുക്കാനേ പാടില്ല കേട്ടോ. ആരാ ഒരു സ്റ്റോറിയുമായിട്ട് വന്നിട്ടുള്ളത്? രാത്രിയാണോ? എനിക്കിന്ന് പാട്ട് വേണ്ട, എനിക്കിന്ന് സ്റ്റോറി മാത്രം മതി. കവിത. കുഞ്ഞിക്കിളിയുടെ ടാറ്റയോ? യാത്രയാണോ ടാറ്റയാണോ പറഞ്ഞത്? ടാറ്റ ഇതാണോ? കണ്ണു തന്നതും കുഞ്ഞിക്കിളിക്ക് വിശക്കാൻ തുടങ്ങി. കുഞ്ഞിക്കിളി അമ്മക്കിളിയോട് പറഞ്ഞു, അമ്മേ അമ്മേ എനിക്ക് വേഗം എന്തെങ്കിലും ആഹാരം തായെന്ന്. കുഞ്ഞിക്കിളി കരയാൻ തുടങ്ങി. അമ്മക്കിളി പറഞ്ഞു, മോളെ മോളെ കരണ്ട, അമ്മ വേഗം തീറ്റ തേടി വരാമെന്ന്. കുഞ്ഞിക്കിളി അമ്മക്കിളിയോട് ചോദിച്ചു, അമ്മേ അമ്മേ ഞാനൊന്ന് ഈ കൂട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കണോ എന്ന്. അമ്മക്കിളി പറഞ്ഞു, മോളെ മോളെ കരയണ്ട, അമ്മ വേഗം വരാ എന്ന്. അമ്മക്കിളി കൂട്ടിന്ന് പറഞ്ഞു വന്നത് കുഞ്ഞിക്കിളി കുഞ്ഞിക്കിളിക്കൊപ്പം കഴിഞ്ഞു. ഈ സമയം കുസൃതിപ്പിള്ളാരായ ദീപവും കൂട്ടരും വന്നു. ചിന്തു പറഞ്ഞു, അതാ ഒരു ആൽമരത്തിലൊരു കിളിക്കൂട്. കിളിയുണ്ടല്ലോ എന്ന് മിന്നു പറഞ്ഞു. നമുക്കതിനെ പിടിച്ചാലോന്ന് പറഞ്ഞു കഴിഞ്ഞതും ദീപു ആൽമരത്തിന് ചവിട്ടിലെത്തി. കുസൃതി കൈ കൊണ്ട് കൂടെ എത്തപ്പോൾ കുഞ്ഞിക്കിളി പേടിച്ച് വരച്ച് കരയാൻ തുടങ്ങി. ഈ സമയം തീറ്റ തേടി വന്ന അമ്മ കിളിയും കാണാനില്ല കൂടും കാണാനില്ല പറഞ്ഞ് നെഞ്ച് അങ്ങോട്ട് കന്നു. ഈ സമയം മുറ്റത്ത് പാത്രം എടുക്കാൻ വന്ന അമ്മ ഇത് കണ്ടു. അവരെന്തോ ഒളിപ്പിക്കുന്നുണ്ടെന്ന് അമ്മക്ക് തോന്നി. അമ്മ അടുത്ത് വന്ന് നോക്കിയപ്പോ ഒരു കിളിക്കൂടോ കിളിയുണ്ടല്ലോ, വേഗം ചെന്ന് അതിനവിടെ വെക്കുമെന്ന് അമ്മ പറഞ്ഞു. ഇല്ല അമ്മേ, ഇത് നമുക്ക് കഴിക്കാനുള്ളതാണെന്ന് ദീപു പറഞ്ഞു. അപ്പൊ അമ്മ പറഞ്ഞു, നിന്നെ കാണാനായ അമ്മക്ക് ഇത്ര വിഷമമാവും, അതേപോലെയല്ലേ അതിനും. ശരിയാണ് ചിഞ്ചു പറഞ്ഞു. വേഗം ചെന്ന് അതിന്റെ അടുത്ത് വെക്കാന്ന് മിന്നു പറഞ്ഞു. ഇതെല്ലാം കണ്ടു നിന്ന് അമ്മക്കിളിക്ക് സന്തോഷായി.
കഴിഞ്ഞോ? ആ ഞാൻ വിചാരിച്ചു അവിടെ നോക്കിട്ട് എന്തോ വേറെ എടുക്കാൻ പോവാ, ഇങ്ങനെ ആലോചിക്കുവാണോന്ന്. നല്ല കഥയായിരുന്നു അല്ലേ? വെരി ഗുഡ്, ഗിവ് ക്ലാപ്പ്. ഇനി നമ്മൾ ആൻഡ്രോസ് ജിയോ, നല്ലൊരു കഥ കേട്ടിരുന്നുണ്ട്. ആൻഡ്രോസ് ജിയോ. ആൻഡ്രോസ് പോയോ? വേറെ ആരാണ്? ആൻഡ്രോസ് പോയി. വേഗം ആൻഡ്രോസ് കഥ പറയുന്നുണ്ടോ? ആൻഡ്രോസ് വേറെ ആരാണ്? ഇഷാന് കഥ പറയാനുണ്ടോ? കഥ പറയാൻ ആരുമില്ല, പിന്നെ എന്തിനാ ഉള്ളത്? സർഗ. അടുത്തടുത്ത് പൂച്ചകൾ ഉണ്ടായിരുന്നു. ആ അതില് 2 പൂച്ചകൾ ഉണ്ടായിരുന്നു. ഒരെണ്ണം കാത്തു, ഒരെണ്ണം കിട്ടു. ഒരു ദിവസം അവർക്ക് ഒരു അപ്പ കഷ്ണം കിട്ടി. അവര് പങ്കിട്ട് നോക്കുമ്പോൾ അത് ഒരെണ്ണം വലുതും ഒരെണ്ണം ചെറുതുമായിരുന്നു. പക്ഷെ അവർക്ക് ഒരേപോലെ വേണമെന്ന് പറഞ്ഞ് അവര് വാശി പിടിച്ചു. അങ്ങനെ അവിടെ അപ്പു എത്തി. ഒരു അണ്ണാരക്കണ്ണൻ എത്തിയിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ഇത് പങ്കിട്ട് തരാന്ന് പറഞ്ഞു. പിന്നെ ഒരെണ്ണം വലുതും ഒരെണ്ണം ചെറുതുമായി. വലുതിന് കടി കൊടുത്തു. പിന്നെയും ഒരേപോലെ ആയില്ല. ചെറുതിനും വലുതിനും കടി കൊടുത്തു. ഒരേപോലെ ആയിട്ടില്ല. എന്നിട്ടും അങ്ങനെ അത് മൊത്തം അപ്പു തിന്നു തീർത്തു. എന്നിട്ട് പൂച്ചകൾ കാത്തിരുന്നിട്ട് ഇതുവരെ അവർക്ക് അപ്പം കിട്ടിയില്ല. അത് മൊത്തം അണ്ണാരക്കണ്ണൻ തിന്നു തീർത്തു. എന്നിട്ട് അവര് വാശി പിടിച്ചു, കാരണം അവർക്ക് അപ്പം ഒന്നും കിട്ടിയില്ല. എന്താ അതിന് മനസ്സിലാക്കണ്ടേ? വീട്ടില് ചേച്ചി വാശി പിടിച്ചാല് നമുക്കൊന്നും കിട്ടൂല. അതെ, ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? വീട്ടില് ചേട്ടനും പിന്നെ നിങ്ങളും ഉള്ളതെങ്കിൽ, അല്ലെങ്കിൽ ചേച്ചിയും നിങ്ങളും, അല്ലെ അനിയത്തിയും നിങ്ങളും ഉള്ളതെങ്കിൽ എന്താ ചെയ്യണ്ടേ? നിങ്ങൾക്ക് ഒരു കപ്പ വരുമ്പോ ഒരെണ്ണ കിട്ടിയുള്ളെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഒറ്റയ്ക്ക് കഴിക്കും അല്ലെ? അങ്ങനെയല്ല വേണ്ടതാണ്, നടുക്കൂടെ മുറിച്ച് തന്നാല് അത് 2 പേരും കഴിക്കാം. അപ്പൊ അവന് വലുതാ, എനിക്ക് ചെറുതാ, പിന്നെ അമ്മ വീണ്ടും അതിൽ നിന്ന് മുറിക്കും. പിന്നെ അത് ചെറുതായി ലാസ്റ്റ് നിങ്ങൾക്ക് ചെറിയൊരു കഷ്ണേ കിട്ടുള്ളൂ അല്ലെ? അങ്ങനെയല്ല വീട്ടിൽ സംഭവിക്കാം അല്ലേ മസ്ലോവ? ഇനി ആരാണ് കയ്യോ? ആദർശ്. അടുത്തടുത്ത് ഒരു മാനമ്മയും ഒരു മാൻകുഞ്ഞും ഒരു മാനച്ഛനും ഉണ്ടായിരുന്നു. മാനമ്മയും മാൻകുഞ്ഞും മാനച്ഛനും. ഒരു ദിവസം മാനച്ഛൻ കാട്ടിൽ പുല്ല് വെട്ടാൻ പോയി. എന്നിട്ട് അമ്മയും കുഞ്ഞും പുഴയുടെ അരികിൽ പോയി. എന്നിട്ട് കുഞ്ഞു പറഞ്ഞു, അമ്മ ഞാൻ പുഴയുടെ അരികിലേക്ക് പോയിക്കോട്ടേന്ന്. എന്നിട്ട് അമ്മമാൻ പറഞ്ഞു വേണ്ടാന്ന്. എന്നിട്ട് ഒരു ദിവസം മാനമ്മയും മാനച്ഛനും എവിടെയോ പോയി. കുഞ്ഞ് വീട്ടിലൊറ്റയ്ക്കായപ്പം കുഞ്ഞ് പുഴയുടെ അരികിലേക്ക് പോയി. മാതാപിതാക്കളും ടീച്ചേഴ്സും പറയുന്ന കേക്കുന്നു. അത് തന്നെ, മാതാപിതാക്കൾ പറഞ്ഞനുസരിക്കണം അല്ലേ? നെക്സ്റ്റ് ആരാണ്? ഋതുദേവ് ടീച്ചർ. നല്ല കഥയായിരുന്നു അല്ലെ? ആദലിന്റെ കഥ നല്ല കഥയായിരുന്നു കേട്ടോ. ഋതുദേവ്
ഒരു ദിവസം ഒരാൾ വേട്ടയാടാൻ പോയി. എന്നിട്ട് കരടി അവിടെ വന്നു. ഒരാൾ മരത്തിന്റെ മുകളിൽ കയറി ഒരാൾ മരത്തിന്റെ മുകളിൽ തുള്ളുന്ന പോലെ ആക്കിയിട്ട് അയാൾ ചത്ത് കിടന്നവളെ കിടന്നു. കരടി വന്ന് മണപ്പിച്ചിട്ട് പോയി. അവിടെ രണ്ടുപേരും കൂട്ടുകാരായി മാറി. തലയും പാലും ഇല്ലാതെ ഇപ്പല്ലോ നമുക്ക് അയോൺ സ്വാമിന്റെ ഒരു കഥ കേൾക്കാം. വെരി ഗുഡ് ഹൃദയം. മുതിർന്നല്ലോ അയോൺ. കരടിയും ഒരു സിംഹം ഭക്ഷണം കിട്ടാനായി കാട് മുഴുവൻ അലഞ്ഞു. ഒരു ഭക്ഷണവും കിട്ടിയില്ല. അങ്ങനെ ഒരു കരടി അവിടെ വന്ന് പറഞ്ഞു, എന്റെ ഗുഹയിൽ നിന്നും പകുതി നിനക്കെടുക്കാമെന്ന്. അങ്ങനെ ഗുഹയിലേക്ക് പോയിട്ട് സിംഹം ഇച്ചിരി ഭക്ഷണം എടുത്തോണ്ട് പോയി. അപ്പോഴേക്കും ഈ കരടി നല്ലോണം തേനൊക്കെ എടുത്തു വെക്കുമായിരുന്നു. അപ്പൊ ഈ സിംഹത്തിന് ഒരു മനസ്സിലിരിപ്പ്, എനിക്ക് ഈ കരടിയുടെ മുഴുവൻ തേനും കഴിച്ചാൽ എങ്ങനെയുണ്ടാകുമെന്ന്. അങ്ങനെ കരടി ഒരു ദിവസം ഹണി എടുക്കാൻ പോയപ്പോ സിംഹ ഗുഹയിൽ കയറി മുഴുവനും തേനും തിന്നു. അങ്ങനെ ഗുഹയ്ക്കുള്ളിൽ പോയി. പിന്നെ കരടി തിരിച്ചു വരുമ്പോ ഒരു തുള്ളി തേൻ പോലും ഉണ്ടായിരുന്നില്ല. അപ്പോ ആ സിംഹത്തിന് ഗുഹയ്ക്കുള്ളിൽ കിടന്ന് ഭയങ്കര വയറുവേദന. അപ്പോ കരടി വന്ന് ഡോക്ടറിനെ വിളിച്ചുകൊണ്ട് പോയി. കൊരങ്ങൻ ഡോക്ടറിനെ. ഇനി എന്റെ തൊണ്ട വരണ്ടു. അവിടെ എല്ലാ അമ്മേമോനും കൂടെ അടിയാണോ? നമ്മുടെ ടൈം തീരാൻ പോവാണ്. ആരാ ഒരു പാട്ട് പാടാൻ എല്ലാവരും റെഡിയാന്ന് എനിക്കറിയാം. അതാണ് എനിക്ക് പാട്ടിടാത്തത്. സ്റ്റോറി പറയാൻ ഇനി ആരെങ്കിലും ഉണ്ടോ? അതിന് പറഞ്ഞില്ല. ഇഷ്ടാനെ നിനക്കൊരു സ്റ്റോറി അറിയില്ല? പാർവണ, ഞാൻ ഇതൊക്കൊന്നും അറിയില്ല? ധനലക്ഷ്മിക്കൊന്നും അറിയില്ല? പാട്ട് വേണ്ട എനിക്കിന്ന്. പാട്ട് എല്ലാ ദിവസവും കേൾക്കുന്നല്ലേ? ഓ, വന്ദേ മാതരൊക്കെ പഠിച്ചാ? ഒന്ന് പാടി കേക്കട്ടെ. നമുക്ക് കേക്കാം അല്ലേ? ഇൻഡിപെൻഡൻസ് ഡേ 15th അല്ലേ? മുമ്പേ കേക്കാം. ആരാ അത് പാടിയത്? വന്ദേ മാതരം സുബലാം സുജലാം മലയജ ശീതളാം സസ്യശ്യാമളാം മാതരം വന്ദേ മാതരം. നല്ല ദേശഭക്തി ഗാനമാണത്. ക്ലാപ്പ്. ഇപ്പൊ കഥകൾ പറഞ്ഞ എല്ലാ കൂട്ടുകാർക്കും ശ്രദ്ധയ്ക്കും നല്ലൊരു ക്ലാപ്പ് കൊടുത്തേ. ഇപ്പൊ സമജ്ന, ദേവപ്രിയ, അബ്ദുൾ ഹാദിയൊക്കെ കൈ ഉയർത്തിട്ടുണ്ട്. എന്തിനാണാവോ? എന്തിനാ അബ്ദുൾ ഹാദി? കഥ പറയാനാണോ? ഓക്കെ, 2 മിനിറ്റേ ഉള്ളൂ. വേഗം പറയണേ. ഒരു ദിവസം ഒരു പൂച്ചക്കുഞ്ഞുണ്ടായിരുന്നു. പൂച്ചക്കുഞ്ഞി
ആ നായകോടെ കാട്ടിലെത്തി. കാട്ടിന് ഒരു കുറുക്കൻ കണ്ടിട്ട് രണ്ടാളും ഫ്രണ്ട്സായി. എന്നിട്ട് കല്ലിന്റെ മേലെ നിൽക്കുമ്പോ കൊറേ നായികൾ വന്ന്. എന്നിട്ട് അവര് രണ്ടാളും ഓടി. അമ്മ ആ പൂച്ചക്കുട്ടി മരത്തുമ്മ കേറി. മരത്തുമ്മ കേറി ആ മരത്ത് കേറുമ്പോ കേച്ചിന്ന് പോക്സ് പറഞ്ഞിട്ട് നായ വന്ന പോക്സിനെ തിന്ന്. പിന്നെ കുട്ടി വിഷമിച്ചു. കഥ കഴിഞ്ഞു. ഓക്കേ, ഒരു മിനിറ്റേ ഉള്ളൂ. ഇനി ആരെങ്കിലും ഉണ്ടോ? ദേവപ്രിയ കഥ പറയുന്നുണ്ടോ? ഓക്കെ, അമ്മ ദേവപ്രിയ. പാട്ട് പാടാം. പാട്ട് വേണ്ട, സമയം കഴിഞ്ഞു. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പാട്ട്. ഓക്കെ, ബൈ. താങ്ക് യു. ഓക്കെ, ഹോംവർക്ക് ചെയ്യണം കേട്ടോ. നോട്ട്ബുക്കിലേക്ക് വർക്ക് എഴുതണം. ഓക്കെ.